ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബോട്ടി റോസ്റ്റാണ്. അപ്പോൾ ക്ലീൻ ചെയ്യുന്നതും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ചേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പോഴും കൂടി കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുരുമുളകും കൂടി ചേർക്കണം കേട്ടോ. കുരുമുളക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ബോട്ടിയിൽ കുറച്ച് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ വഴറ്റിയ ഉള്ളിയിലേക്ക് ഇനി നമുക്ക് വേവിച്ച ബോട്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൈമിൽ എരിവ് കുറവുണ്ടെങ്കിൽ നമുക്ക് എരിവിനായിട്ട് മുളക് പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ആവശ്യത്തിനുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് നേരം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബോട്ടി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.